നീനുട്ടി ഇതാ ഇന്ന് ഇറങ്ങാനായിട്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടോ. അതുകൊണ്ട് ഓള് സ്ഥിരം പോകുന്ന ബസ് കിട്ടിയില്ല. അതിന് തൊട്ട് പിന്നാലെയുള്ള ബസ്സിലാണ് കയറിപ്പോയത്. ഓൾ സ്ഥിരം പോകുന്ന ബസ്സിനായാലും എന്താ വെച്ചാൽ അവിടെ കറക്റ്റ് 1:30 എത്തും. ഓൾക്ക് 2 മണിക്കാണ് ഡ്യൂട്ടി കയറേണ്ടത്. അപ്പോൾ ഓൾക്കൊന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ആയി യൂണിഫോമൊക്കെ മാറ്റി എനിക്ക് വിളിച്ച് കയറാനൊക്കെ ഒരു സുഖമാണ് കേട്ടോ. ഇതിപ്പോൾ ഇനി അവിടെ എത്തുന്നത് തന്നെ 1:50 ഒക്കെ കൂടെ ഒരു ഷടപട ആയിരിക്കും. അപ്പോൾ ഇന്ന് കാര്യമില്ലാത്ത കാര്യത്തിനാണ് നേരം വൈകിയത്. എന്തായാലും കുഴപ്പമില്ല, നീ സമാധാനത്തോടെ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് ഞാൻ എന്താ കിച്ചണിക്ക് പോന്നിട്ടുണ്ട്. ബസ് കയറി ഉടനെ ഒന്ന് വിളിക്കും കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് ഒന്ന് വിളിക്കും. അപ്പോൾ ഞാൻ അതാ കിച്ചണിലേക്ക് പോന്നിട്ടും എനിക്ക് പിന്നെ എന്തോ ഒരു കുറച്ച് നേരത്തിന് മക്കൾ പോകുമ്പോഴൊക്കെ ഒരു എന്തോ കുറച്ച് നേരം മന്ദപ്പെട്ട. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇതും ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കട്ടുള്ളത് കരുതി ഹെഡ്സെറ്റൊക്കെ വെച്ച് ഒരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ക്ലീനിങ് പരിപാടി അങ്ങോട്ട് തുടങ്ങിയത്. ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുഡൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല. രാവിലെ ഉണ്ടാക്കിയ മക്രോണി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്രോണി ഉണ്ട്, അത് അത്യാവശ്യം ഉണ്ട്, അത് ചൂടാക്കുക. പിന്നെ ഫ്രിഡ്ജിൽ ഇന്നലെ വെച്ച ബിരിയാണി ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കൂട്ട് ലഞ്ചാണ് ഇന്ന് പ്ലാന്. അപ്പോൾ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് ചൂടാക്കിയപ്പോൾ കാരണം നമുക്ക് ഫുഡ് കഴിക്കാൻ നേരെ, കാരണം നീന് പോകുമ്പോൾ തന്നെ 12:15 ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ചൂടാക്കി എടുത്ത് വെച്ച് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളൊന്ന് വെറുതെ ചുമ്മാ വെറുതെ അങ്ങനെ ഇരിക്കുന്നു കേട്ടോ ഡൈനിങ്. അപ്പോഴാണ് മോളും ഐറൂസൊക്കെ വന്നത്. വെറുതെ സമയത്ത് ഞാൻ അവർ വിചാരിക്കാതെ വന്നതോടെ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ വന്ന് വെക്കുന്നത് അവൾ ഐറൂസിന് എൻ്റെ കയ്യിൽ തന്നിട്ട് പിന്നെ സിനിമ കാണാൻ കേട്ടോ. ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ആ പ്രണവ് മോഹൻലാലിൻ്റെ ആ ഗോസ്റ്റ് പാടം ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് എത്ര ആയാലും കിട്ടൂല കേട്ടോ, പറയാൻ കഴിയൂല. അപ്പോൾ അത് കണ്ടിരിക്കുകയാണ് ഞാനും നീനുട്ടി അത് സിനിമകളിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് മോളൂന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടോട്ടേന്ന് കരുതി ഞാൻ ഐറൂസിനെ കൊണ്ട് പോകുന്നു. ഐറൂനും മോളൂനും ഒക്കെ ഇതാ മക്രോണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മോളൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്രോണി. അതാണ് നിറഞ്ഞ പാടെ കുറച്ച് പ്ലേറ്റിലെടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഐറൂസിന് എന്താ അറിയില്ല, ഐറൂസിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഓന് ചെറുതായിട്ട് എരിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടും കഴിച്ചിട്ടൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഓന് ചായക്ക് പഴംപൊരിയൊക്കെ കൊണ്ടുകൊടുത്തു. ഒരു ഭയങ്കര ഇഷ്ടമാട്ടോ പഴംപൊരി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ വൈകുന്നേരം അങ്ങനെ കഴിഞ്ഞു. രാത്രിയായപ്പോൾ മോളൂനത് പെട്ടെന്നൊരു ആഗ്രഹം. മോള് 2 മുട്ടയും പിന്നെ എന്താ കൊക്കോ പൗഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കാൻ കേട്ടോ. യൂട്യൂബിൽ ഇങ്ങനെ കാണുന്ന ഒരു സ്വീറ്റ്സ് ആണ് അത്ര. അത് നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അതോള് വീഡിയോ എടുക്കുന്നുണ്ട്. ഓളെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കലും ഉണ്ടാക്കലും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ 2 മണിക്കൂർ എന്തോ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ആയതിനു ശേഷം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് അയാൾ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോയിൽ ഓളെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ മോളും ഐറൂസൊക്കെ പോയി കിടന്നു കേട്ടോ. കിടന്നാരാണ് പിന്നെ മോളുൻ്റെ ഹസ്ബൻഡ് വന്നത്. ഐറൂസ് നല്ല ഉറക്കമാണ്. അപ്പോൾ മോളും കുറച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ തന്നെ അവർ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.